നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തിൽ അത്ഭുതം കൂറുകയാണ്. ഇന്ത്യ താലിബാനെ ഇങ്ങെടുക്കുന്ന കാഴ്ച, അതിലപ്പുറം പാകിസ്ഥാൻ എന്ന രാജ്യം ഛിന്ന ഭിന്നമാകുന്നു. പാകിസ്ഥാൻ തകർന്നു പോകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ചിലർ പ്രവചിക്കുന്നത് പോലെ പാകിസ്ഥാൻ തകർന്ന് 3 കഷണങ്ങളായി മാറിയാൽ അത് ദക്ഷിണേഷ്യയ്ക്കും ദീർഘകാലം തലവേദനകൾ സൃഷ്ടിക്കും. അണുവായുധമുള്ള ഒരു പരാജിത രാജ്യമായി പാകിസ്ഥാൻ നിലംപതിക്കുന്ന കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളിൽ പകച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ, ഒരിക്കൽ ഇന്ത്യയുടെ മണ്ണിൽ തീവ്രവാദം നട്ടുനനച്ച് വളർത്തിയ പാകിസ്ഥാൻ അതേ നാണയത്തിൽ ഇന്ത്യ മറുപടി കൊടുക്കുന്നു. കഴിഞ്ഞ ഒരു ദശകത്തിൽ വെച്ച് ഏറ്റവുമധികം പാക് സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ട വർഷമായിരുന്നു കടന്നുപോകുന്നത്. ദിവസം ശരാശരി 7 ജീവനുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. ആകെ 685 മരണം. ഇതിൽ 444 സുരക്ഷാ സൈനികരും മരിച്ചത് തീവ്രവാദി ആക്രമണങ്ങളിൽ. 2023-നേക്കാൾ 40% വർധനവാണ് തീവ്രവാദി ആക്രമണങ്ങളിൽ 2024 സംഭവിച്ചത്. 950 തീവ്രവാദികളെ അവർ കൊന്നൊടുക്കി. പാകിസ്ഥാനിലെ ആറ്റമിക് എനർജി കമ്മീഷനിലെ 16 തൊഴിലാളികളെ TDP തട്ടിക്കൊണ്ടുപോയി. ഇവരിൽ 8 പേരെ മോചിപ്പിച്ചുവെന്ന് പാക് അവകാശവാദം. എന്നാൽ യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടുപോയത് തൊഴിലാളികളെയല്ല, ആണവ ശാസ്ത്രജ്ഞരെയാണ്. പാകിസ്ഥാനിലെ യുറേനിയം ഖനിയിൽ നിന്ന് വലിയ തോതിൽ യുറേനിയം തീവ്രവാദികൾ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ വരുന്നു. പാതാളക്കുഴിയിലേക്ക് പാകിസ്ഥാൻ പതിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് താലിബാനുമായി കൈകോർക്കുന്ന ഇന്ത്യയുടെ നയതന്ത്ര വിജയം. അതാണിപ്പോൾ BBC വലിയ അത്ഭുതമായി വാഴ്ത്തിപ്പാടുന്നത്. എന്തുകൊണ്ടാണിപ്പോൾ ഇന്ത്യ താലിബാനിലേക്ക് എത്തുന്നത് എന്ന ടൈറ്റിലാണ് BBC തങ്ങളുടെ ഈ അനാലിസിസ് ലേഖനത്തിന് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യം കാബൂളിനോട് വിട പറഞ്ഞു മടങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ പകച്ചു നിൽക്കുകയായിരുന്നു. താലിബാൻ അഫ്ഗാന്റെ ഭരണം പിടിക്കുമ്പോൾ ഭാവിയിൽ അത് ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾക്ക് കൂടുതൽ കാരണമായേക്കാം എന്ന് ഇന്ത്യ ഭയന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യ അഫ്ഗാനിസ്ഥാന് നൽകിയ സേവനങ്ങളുടെയും പണമൊഴുക്കിയതിൻ്റെയും കണക്കുകൾ ഇന്ത്യയെ ശങ്കിപ്പിച്ചു. ഏതുവിധേനയും രാജ്യം വിടാൻ വിമാനത്താവളങ്ങളിൽ ഓടിക്കൂടിയ ജനങ്ങൾ, ഓടിത്തുടങ്ങിയ വിമാനത്തിന്റെ ചക്രങ്ങളിലും ചിറകിലുമൊക്കെ പിടിച്ചുകയറാൻ ശ്രമിക്കുന്നവർ, വിമാനത്താവളത്തിന്റെ മതിലിലെ മുള്ളുവേലിക്ക് മുകളിലൂടെ ചാടിക്കയറുന്നവർ. ഭയാനകമായ ദുരന്തോർമ്മകളിലൂടെയാണ് താലിബാൻ 2021 അഫ്ഗാന്റെ ഭരണം പിടിക്കുന്നത്. താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ ഏറെ സന്തോഷിച്ചത് പാകിസ്ഥാൻ എന്ന രാജ്യം. കാബൂളിലേക്ക് നൊടിയിടയ്ക്കുള്ളിൽ പറന്നു ചെന്ന ISI മേധാവി ഫൈസ് ഹമീദ് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. സോവിയറ്റ് യൂണിയനെതിരെ പോരാട്ടം മുതൽ ഒടുവിൽ അമേരിക്കയ്ക്കെതിരായ യുദ്ധം വരെ ദശകങ്ങളോളം താലിബാന്റെ സഹായിയായി നിന്നത് പാകിസ്ഥാനും ISIയും. താലിബാൻ പോരാട്ടത്തിൽ നിരന്തരം തങ്ങൾ ആയുധങ്ങളും പടക്കോപ്പുകളുമൊക്കെ ധാരാളം അഫ്ഗാനിസ്ഥാനിലെ താലിബാന് കൈമാറി എന്ന് പാകിസ്ഥാൻ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെയാണ് പാകിസ്ഥാന്റെ പതനം ആരംഭിക്കുന്നത്. ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ പാക് മണ്ണിൽ അഭയം തേടി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അഭയം തേടി അവിടെ കുടിയേറിയ വലിയൊരു ജനവിഭാഗം പിന്നീട് തെഹ്രിക്കെ താലിബാനായി മാറുന്ന കാഴ്ച പാകിസ്ഥാനെ ഭയപ്പെടുത്തി. ഒപ്പം ബലൂച്ച് ലിബറേഷൻ ആർമിയും അവിടെ ശക്തിപ്പെട്ടു. എന്നാൽ മറുവശത്ത് 3 വർഷത്തെ ഇടവേളയെടുത്ത് ഇന്ത്യ സമർത്ഥമായി കരുക്കൾ നീക്കി. താലിബാൻ ഭരണം പാകിസ്ഥാൻ അനുകൂലമാകാതിരിക്കാൻ ഇന്ത്യ തന്ത്രങ്ങൾ പയറ്റി. താലിബാൻ തങ്ങളുടെ ഇന്ത്യാവിരുദ്ധ ആശയങ്ങളിൽ ഉറച്ചു നിന്നാൽ അത് ഭാവിയിൽ വലിയ അപകടം വരുത്തിവെക്കും എന്ന് കൃത്യമായി ഇന്ത്യ മനസ്സിലാക്കി. പാകിസ്ഥാനും താലിബാനും തമ്മിൽ കൈകോർത്താൽ അത് ഇന്ത്യക്ക് എക്കാലത്തും വലിയ തലവേദന സമ്മാനിക്കും. ഇവിടെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ. താലിബാന് മുമ്പുണ്ടായിരുന്ന അഫ്ഗാൻ ഭരണകൂടത്തിന് ഇന്ത്യ കൈയയച്ച് സഹായങ്ങൾ നൽകിയിരുന്നു. താലിബാൻ അധികാരത്തിലെത്തിയിട്ടും ഇന്ത്യ ഈ സഹായങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഗോതമ്പ്, മരുന്നുകൾ, കോവിഡ് കുത്തിവയ്പ്, ശൈത്യകാല വസ്ത്രങ്ങൾ തുടങ്ങി അനേക വസ്തുക്കൾ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചുകൊണ്ട് ഇന്ത്യ താലിബാനെ വിസ്മയിപ്പിച്ചു. ശക്തമായ നയതന്ത്ര നീക്കങ്ങളാണ് പിന്നീട് ഇന്ത്യ നടത്തിയത്. പാക് മണ്ണിലുള്ള തെഹ്രിക് താലിബാൻ പലപ്പോഴും പാകിസ്ഥാനിലെ സുരക്ഷാ സൈനികർക്ക് നേരെ വെടിയുതിർത്തു. അവർക്ക് വേണ്ട ആയുധങ്ങളും പണവുമൊക്കെ ഇന്ത്യ കൈമാറുന്നു എന്ന ആരോപണം പാകിസ്ഥാൻ ഉയർത്തി. ഇതിനിടയിൽ അഫ്ഗാൻ മണ്ണിലേക്ക് കടന്നാക്രമിക്കുന്ന പാകിസ്ഥാൻ സൈന്യം
തിരികെ പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന താലിബാൻ സേന. ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖിയുമായി ദുബായിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയാണ് BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ ഇപ്പോൾ അത്ഭുത ഇന്ത്യൻ നയതന്ത്ര നീക്കത്തിന്റെ കൂടുതൽ വിശദീകരണങ്ങൾക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാബൂളിലെ ഭരണകൂടവുമായി കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇതാദ്യമായി ഔദ്യോഗിക തലത്തിൽ ഇന്ത്യ ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ 3 വർഷവും അനൌദ്യോഗികമായി ഒരു നയതന്ത്ര പ്രതിനിധി കാബൂളിലുണ്ടായിരുന്നു എന്ന് ഇന്ത്യ ഔപചാരികമായി ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ചരിത്ര വസ്തുതയായി നിലനിൽക്കുന്നു. ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ നയതന്ത്ര തലത്തിൽ നടന്ന ഈ ചർച്ചകളുടെ ലക്ഷ്യം. അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികൾ നടപ്പാക്കാനും വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഉദ്ദേശിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി. മിശ്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് 2 ദിവസം മുൻപാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായ നിലയിൽ അപലപിച്ചത്. അഫ്ഗാനിലെ പക്തിക പ്രവിശ്യയിൽ ഡിസംബർ 24 നടത്തിയ ആക്രമണത്തിൽ 51 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും. 2 അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ത്യ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തുക, പാകിസ്ഥാനെ തള്ളിപ്പറയുക, താലിബാനെ ചേർത്ത് പിടിക്കുക. ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്നാൽ പിന്നീട് പാകിസ്ഥാനെതിരെ ശക്തമായി തിരിയുന്ന താലിബാനെയാണ് ലോകം കാണുന്നത്. ഇന്ത്യ താലിബാനെ ഇങ്ങെടുത്തപ്പോൾ താലിബാൻ പൂർണ്ണമായി പാകിസ്ഥാന്റെ ശത്രുവായി മാറി. ചരിത്രപരമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും താലിബാൻ പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി നിലകൊണ്ടിരുന്നു. എന്നാൽ ഭരണത്തിൽ ഏറിയതിന് തൊട്ടു പിന്നാലെ താലിബാൻ ഇന്ത്യയുടെ മിത്രമാകുന്നു, പാകിസ്ഥാന്റെ ശത്രുവാകുന്നു. ഡോവലിന്റെ പ്രത്യേക നയതന്ത്ര നീക്കങ്ങളാണ് താലിബാൻ ഇന്ത്യയോട് അടുക്കാനുള്ള കാരണമെന്ന് ഈ രംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നു. അഫ്ഗാൻ മണ്ണ് ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തരുത് എന്ന് ഇന്ത്യക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അവിടെ നിന്നുള്ള തീവ്രവാദത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ തിക്തഫലങ്ങൾ ഒരുപാട് ഇന്ത്യ അനുഭവിച്ചിട്ടുമുണ്ട്. താലിബാനെ ചട്ടുകമാക്കി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ശക്തമായ നീക്കങ്ങൾക്ക് സാധ്യതയുള്ള കാലഘട്ടമായിരുന്നു കഴിഞ്ഞുപോയത്. ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളൊന്നും ഇതുവരെ ഔദ്യോഗികമായി താലിബാൻ ഭരണം അംഗീകരിച്ചിട്ടില്ല. താലിബാൻ ഭരണത്തിലെത്തി 1 വർഷത്തിനകം ഇന്ത്യ കാബൂളിൽ ഒരു എംബസി ആരംഭിച്ചിരുന്നു. കുറെ സാങ്കേതിക വിദഗ്ധരെ മിഷൻ നടത്താൻ അയക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ. 2023 ഇന്ത്യയിലുള്ള അഫ്ഗാൻ എംബസി അടച്ചു. താലിബാൻ പുറത്താക്കിയ അഫ്ഗാനിലെ മുൻ സർക്കാർ പ്രതിനിധികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ഇന്ത്യ വിസ പുതുക്കി കൊടുത്തില്ല. പുതിയ ഭരണകൂടത്തെ ഔദ്യോഗിക തലത്തിലല്ലെങ്കിലും ഇന്ത്യ അംഗീകരിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളായി ഇതിനെ കാണാം. പാകിസ്ഥാനും താലിബാനും തമ്മിൽ പിന്നീട് നേർക്കുനേർ വെല്ലുവിളിച്ചു. പാകിസ്ഥാന്റെ നിരവധി പ്രദേശങ്ങളിൽ താലിബാൻ സേന ശക്തമായ ബോംബാക്രമണങ്ങൾ നടത്തി. തിരിച്ചും ഡ്യൂറൻ ലൈൻ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ വേർതിരിക്കുന്ന രേഖയാണ്. ഈ രേഖയ്ക്ക് ഇരുപുറവുമായി കഴിയുന്ന 4 കോടിയോളം വരുന്ന പഷ്തൂൺ വിഭാഗം. അവരെ വെട്ടിമുറിച്ചുള്ള ഈ അതിർത്തി ഡ്യൂറൻ ലൈൻ അവർക്കൊരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ താലിബാന്റെ വരവോടെ പാകിസ്ഥാനിലുള്ള TDP കൂടുതൽ ശക്തിപ്പെട്ടതാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾക്ക് കാരണം. TDP പലപ്പോഴായി പാക് സൈനികർക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തി. പാകിസ്ഥാനെ പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമാക്കുകയാണ് TDPയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പാക് സൈനികരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ അവർ ലക്ഷ്യമിടുന്നു. ഭീകരതയുടെ മഹാകെടുതികളാണ് ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ താലിബാനോട് TDPയെ വിലക്കാൻ അവർ ശക്തമായി ആവശ്യപ്പെടുന്നു. അഫ്ഗാനിസ്ഥാനിൽ TDPക്ക് സുരക്ഷിത താവളങ്ങൾ പ്രവർത്തിക്കാൻ താലിബാൻ സൗകര്യമൊരുക്കുന്നുവെന്നതാണ് ഏറ്റവും വലിയ പരാതി പാകിസ്ഥാന്റെ. അതുകൊണ്ടാണ് തങ്ങൾ അവരുടെ കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയത് എന്ന് പാകിസ്ഥാൻ വിശദീകരിക്കുന്നു. മുൻപ് പാക് മണ്ണിലേക്ക് ഇന്ത്യ ചില മിന്നൽ സ്ട്രൈക്കുകൾ നടത്തിയിരുന്നു. സമാനമായ തലത്തിലാണ് പാകിസ്ഥാൻ ഇത് വിശദീകരിക്കുന്നത്. എങ്കിലും താലിബാനും പാകിസ്ഥാനും തമ്മിൽ വലിയ ശത്രുക്കളായി മാറി. ഇതുമൂലം പാകിസ്ഥാന് അഫ്ഗാനുമായുള്ള നയതന്ത്രത്തിൽ പൂർണ്ണമായി പിഴച്ചിരിക്കുന്നു. അവിടെ ശക്തമായ നയതന്ത്രത്തിലൂടെ ഇന്ത്യ കാബൂളിന്റെയും താലിബാന്റെയും ഒക്കെ പ്രിയമിത്രമായി മാറി. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പതറി നിൽക്കുന്ന കാഴ്ചയാണ് ഒരു വശത്ത്. മറുവശത്ത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അനുയായികൾ ഇപ്പോൾ രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോഴും ജയിലിൽ തുടരുന്ന ഇമ്രാൻഖാനെ മോചിപ്പിക്കുക എന്നത് മാത്രമല്ല അവരുടെ ലക്ഷ്യം, പാക് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് തന്നെ. പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമാകുകയും
പ്രക്ഷോഭക്കാർക്ക് നേരെ സൈന്യം വെടിവെക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ. TDPയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ചേർന്ന് പാകിസ്ഥാന് സമ്മാനിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ ഇടപെടലും പണവും ആയുധങ്ങളുമുണ്ട് എന്ന് പാകിസ്ഥാൻ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നു. മുൻപ് സൈനിക പരിശീലനം, സ്കോളർഷിപ്പുകൾ, പുതിയ പാർലമെന്റ് കെട്ടിപ്പടുക്കുന്നത് പോലെ നാഴികക്കല്ലായ നിരവധി പദ്ധതികൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് കൈയയച്ച് സഹായങ്ങൾ എത്തിച്ചിരുന്നു. തലിബാന്റെ കടന്നുവരവോടെ പാകിസ്ഥാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ സ്വാധീനം തലിബാൻ ഭരണത്തിനുണ്ടാകും എന്നവർ കണക്കുകൂട്ടി. ആ കണക്കുകൂട്ടലുകൾ തകർന്നടിയുക മാത്രമല്ല, പഴയതിനേക്കാൾ ശക്തമായി അഫ്ഗാനുമായി തലിബാനുമായി ഇന്ത്യ ഇപ്പോൾ ബന്ധം തുടരുന്നു. പാകിസ്ഥാന്റെ കറാച്ചി, ഗദ്വാർ തുറമുഖങ്ങളെ മറികടക്കാൻ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന്റെ ചബഹാർ തുറമുഖം, അവിടുത്തെ വ്യാപാരം വിപുലീകരിക്കുന്നതിനുള്ള ചർച്ചകൾ ശക്തമായി തലിബാൻ സർക്കാരുമായി ഇന്ത്യ തുടരും. അഫ്ഗാനിസ്ഥാനിൽ തലിബാൻ ഭരണകൂടം അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ചർച്ച തലിബാന്റെ മനുഷ്യാവകാശങ്ങളെയും സുരക്ഷയെയും കുറിച്ചുള്ള ആശങ്കകളാണ്. ഔദ്യോഗികമായി ഒരു രാജ്യവും ഇതുവരെ തലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ 40 രാജ്യങ്ങൾ വരെ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്രപരമോ അനൗപചാരികമോ ആയ ബന്ധം തുടരുന്നു. ഇന്ത്യക്ക് പാകിസ്ഥാനുമായി ചരിത്രപരവും നാഗരികവുമായ ബന്ധമുണ്ട് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2023 പാർലമെന്റിൽ പ്രഖ്യാപിച്ചിരുന്നു. മുൻപ് റോഡുകൾ, വൈദ്യുതി ലൈനുകൾ, അണക്കെട്ടുകൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ എന്നിവയുൾപ്പെടെ അഫ്ഗാനിലുടനീളം 500 പദ്ധതികൾക്കായി ഇന്ത്യ $3 ബില്യൺ ചെലവാക്കി എന്നും എസ് ജയശങ്കറുടെ വെളിപ്പെടുത്തൽ. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇന്ത്യ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കി. അവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രം വിജയിച്ചത്. പാകിസ്ഥാൻ ട്രാൻസിറ്റ് അവകാശങ്ങൾ നിഷേധിക്കുന്നതുകൊണ്ട് കരമാർഗം നേരിട്ടെത്തിച്ചേരാൻ കഴിയാത്ത മധ്യേഷ്യയിലേക്ക് ഇപ്പോൾ കണക്ടിവിറ്റി ശക്തിപ്പെടുത്താൻ അഫ്ഗാനുമായുള്ള ബന്ധം ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നു. അഫ്ഗാൻ വഴി മധ്യേഷ്യയിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് ഇന്ത്യയുടെ കൃത്യമായ കണക്കുകൂട്ടൽ. ചബഹാർ തുറമുഖ വികസനത്തിൽ ഇറാനുമായി സഹകരിക്കുക എന്ന തന്ത്രമാണ് ഇതിനു പിന്നിൽ. ഇന്ത്യയിലേക്കുള്ള ഭീകരവാദ ഭീഷണികൾ തടയുക, ഇറാനുമായും മധ്യേഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, പൊതുജന സൗഹാർദ്ദം നിലനിർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഇന്ത്യക്കുണ്ട്. പ്രത്യേകിച്ച് തലിബാൻ ഭരണകൂടവുമായുള്ള ഈ നയതന്ത്ര ബന്ധം പുലർത്തുമ്പോൾ തലിബാനെ ഒരു വശത്ത് നിർത്തി മറുവശത്ത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന തന്ത്രം ഇന്ത്യ പയറ്റുന്നു. തലിബാൻ ശക്തമായ ഒരു ശത്രുവായി പാകിസ്ഥാനെ കണ്ടാൽ പാകിസ്ഥാനിലെ ആഭ്യന്തര ശത്രുക്കൾ തലപൊക്കും. അത് പാക് രാജ്യത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാകും. ആ ഭയമാണ് ഇപ്പോൾ പാക് അധികാരികൾക്ക്. ഒരു പുതിയ യാഥാർത്ഥ്യത്തെ ഇപ്പോൾ പാകിസ്ഥാൻ അംഗീകരിക്കേണ്ട ഗതികേടിലാണ്. കിഴക്കും പടിഞ്ഞാറുമായി 2 ശത്രുക്കളെ അവർ അഭിമുഖീകരിക്കുന്നു. ഇന്ത്യയും അഫ്ഗാനും പാകിസ്ഥാന്റെ ശത്രുക്കളായി നിലകൊള്ളുന്നു. മുൻപ് പാകിസ്ഥാനും ചൈനയും ഇന്ത്യയുടെ ദ്വിമുഖ ശത്രുക്കളായി 2 വശത്തു നിന്ന് യുദ്ധഭീഷണി ഉയർത്തിയിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ ഭയാനകമായ തലത്തിൽ പാകിസ്ഥാന്റെ 2 വശങ്ങളിൽ 2 ശത്രുക്കൾ അണിനിരന്നിരിക്കുന്നു. 2024 പാകിസ്ഥാനെ സംബന്ധിച്ച് വേദനാജനകമായ വർഷമായിരുന്നുവെന്ന് വ്യക്തം. ഇസ്ലാമിക രാഷ്ട്രം ആന്തരികമായി എത്രമാത്രം ദുർബലമാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ട വർഷം. ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു. അത്തരം ആക്രമണങ്ങളിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ ഒരു രാജ്യത്തെ തകർത്തു കളഞ്ഞു. പതിറ്റാണ്ടുകളായി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പണവും ആയുധങ്ങളും ഒഴുക്കിയ പാകിസ്ഥാൻ അതേ ആയുധങ്ങൾ കൊണ്ട് സ്വയം പിടഞ്ഞു വീഴുന്നു. പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോൺഫ്ലിക്ട്സ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ 40% ഭീകരത വർദ്ധിച്ചു. അതോടൊപ്പം മരണസംഖ്യയുടെ വർധനവ് 21%. ഇന്ത്യയുടെ തലിബാനുമായുള്ള ബന്ധം ഒരു സ്വാഭാവിക പരിണിതിയാണ്. ഇന്ത്യൻ സ്കീമിൽ അഫ്ഗാനിസ്ഥാൻ അവഗണിക്കാൻ കഴിയാത്ത വളരെ നിർണായകമായ രാജ്യം. ലോകത്തെക്കുറിച്ചുള്ള താലിബാന്റെ തീവ്രവും തീവ്രവാദവുമായ വീക്ഷണം ഇന്ത്യ അത്രയധികം വിലമതിക്കുന്നില്ല. എങ്കിലും ചൈന എന്ന ശത്രു ഇന്ത്യയുടെ ഒരു വശത്ത് നിൽക്കുമ്പോൾ താലിബാനെ ചേർത്തുപിടിക്കുക എന്ന തന്ത്രത്തിനാണ് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ അവർ കടന്നുപോകുന്നുവെന്ന് വ്യക്തം. ഏതെങ്കിലും തലത്തിൽ ഒരു ഭരണകൂട വീഴ്ച, പതർച്ചയുണ്ടായാൽ പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാകുമെന്ന് വ്യക്തം. അവിടെ ഇന്ത്യയും താലിബാനും കൂടുതൽ അടുക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.